നമസ്കാരം. ഇവൻസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രങ്ങൾ അറിയുമ്പോൾ. 3000-ഓളം പേജറുകൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള നേതാക്കന്മാരുൾപ്പെടെ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. എത്രയോ നിസ്സാരമായി നേതാക്കന്മാരെ, ഒരു ഭീകര സംഘടനയുടെ നേതാക്കന്മാരെ ഈ ലോകത്തു നിന്ന് പറഞ്ഞയച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഒരു പുല്ലിനും കേടേൽപ്പിക്കാതെ ആ നേതാക്കന്മാരെ തെരഞ്ഞു പിടിച്ച് നമ്മൾക്ക് യുദ്ധം ചെയ്ത് ജയിക്കാനാവുമോ? അവരിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾക്ക് അവരെ എത്തിപ്പിടിക്കാനാവുമോ? ഒരിക്കലും സാധാരണ നിലയിലുള്ള യുദ്ധങ്ങൾക്കാവില്ല. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഇസ്രായേലിൻ്റെ തന്ത്രങ്ങൾ അവരെ മാത്രം ലക്ഷ്യം വെച്ച് അവരെ മാത്രം കൊന്നൊടുക്കിയിരിക്കുന്നു. അവർ ജനക്കൂട്ടത്തിനിടയിലാകട്ടെ ഒറ്റയ്ക്കാകട്ടെ എവിടെയോ മറ്റുള്ളവർക്ക് ഒരു കേടും പറ്റാതെ അവരെ തന്നെ ആക്രമിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരിക്കുന്നു. ഇന്നും ഇന്നലെയുമല്ല, ഇസ്രായേലിനെതിരെ യുദ്ധം ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തുടങ്ങിയതാണെങ്കിൽ അതിനൊക്കെ എത്രയോ മുമ്പ് ഉറക്കമില്ലാതെ എന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് മൊസാദ് എന്ന് ലോകത്തിന് വീണ്ടും അവർ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കേൾക്കുന്നത് 3 വർഷത്തിനു മുമ്പ് അവർ ഈ പേജർ ആക്രമണത്തിനുള്ള ആസൂത്രണം തുടങ്ങിയിരുന്നു എന്നാണ്. പേജറിൽ നിർമ്മിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരുന്നു. അവർ അവരുടെ സംഘടനയുടെ ബലം ഉപയോഗിച്ച് അത് ചെയ്തു, അല്ലെങ്കിൽ അത് നിർമ്മിച്ചു കൊടുത്തത് തന്നെ ഇസ്രായേലികളാണെന്ന് വരെയാണ് വാർത്തകൾ വരുന്നത്. 3000 പേജറുകൾ പൊട്ടിത്തെറിച്ചപ്പോൾ 1000-നടുത്ത് ആളുകളാണ്, അത് നേതാക്കന്മാർ, മുൻനിരയിലുള്ള നേതാക്കന്മാരാണ്. ഒരു 100-130 മുൻനിര നേതാക്കന്മാരാണ് കാലപുരിക്ക് അയച്ചത്. അവർ വേറെ ഏത് യുദ്ധത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റും? മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്? അവർ നിസ്സാരമായി, എത്ര നിസ്സാരമായാണ് അത് ചെയ്തതെന്ന് നമ്മൾ ആലോചിക്കണം. മൊസാദ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ബുദ്ധി വൈഭവം എങ്ങനെയുണ്ടെന്ന് ലോകത്തിന് വീണ്ടും ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കുകയാണ് ഇസ്രായേൽ. വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുക, അതിനുള്ള അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നിട്ട് നാളുകൾ കുറേ ആയിട്ടുള്ളതാവും. അതിനുള്ള സംവിധാനങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ലോകം ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ലോകം കാത്തിരിക്കുകയാണ് അതെങ്ങനെ ഉൾപ്പെടുത്തിയെന്ന് അറിയാൻ. അത്രമാത്രം നിഗൂഢമായ കാര്യങ്ങളാണ് മൊസാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇസ്രായേലിനെതിരെയാണ് വിജയിച്ച് പോകാമെന്ന് ഈ അറബികളോ പാലസ്തീനികളോ അല്ലെങ്കിൽ ലബനികളോ തീരുമാനിക്കുന്നതെന്ന് ഓർക്കണം. അവരുടെ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്ന കാര്യമാണ് അതെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? ഭൂമുഖത്ത് നിന്ന് ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ മൊസാദ് ഇറങ്ങിത്തിരിച്ചിട്ട് കാലങ്ങൾ കുറേയായതാണ്. നമ്മൾ അവരുടെ പല ഓപ്പറേഷനുകളും കണ്ടിട്ടുള്ളതാണ്. അത്തരം ഓപ്പറേഷനുകൾ നടത്തുമ്പോൾ ലോകം അറിയുന്നതിനൊപ്പം ഇതുപോലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിലെ ഭീകരപ്രവർത്തകർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഏത് രീതിയിൽ പോയി ഒളിച്ചാലും ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അവർ മറയുന്നില്ല എന്നുള്ള കാര്യം, അവർക്ക് മറഞ്ഞിരിക്കാനാവില്ല എന്നുള്ള കാര്യം. മൊസാദ് ഇത്തരം ഭീകര സംഘടനകളുടെ പിറകെ എപ്പോഴുമുണ്ട്. ഓരോ വ്യക്തിയുടെയും, അതിൻ്റെ ഭീകര സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന എത്രയോ പേരെ മൊസാദ് ഇതിനു മുമ്പും പല പല നീക്കങ്ങളിലൂടെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അറിയപ്പെടുന്നത് അത് കൊലപാതകമായിട്ട് പോലും ആയിരിക്കില്ല. അത്തരം പ്രവർത്തനങ്ങൾ നടത്തി മനുഷ്യ സമൂഹത്തെ ഇല്ലാതാക്കാമെന്ന് കരുതിയിരിക്കുന്ന തീവ്രവാദികൾക്ക് ഇതുപോലുള്ള അടികൾ കിട്ടുമ്പോൾ പക്ഷേ എല്ലാവരും സന്തോഷിച്ചില്ലെങ്കിലും കുറേ അധികം പേർ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഭീകരവാദത്തിൻ്റെ പിടിയിൽ നിന്ന് ഈ ലോകത്തെ എന്നെങ്കിലും മാറ്റാൻ പറ്റുമെങ്കിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ യുദ്ധം ചെയ്ത് ഒരു കാരണവശാലും വിജയിക്കാനാവില്ല. ഇതുപോലുള്ള പുതിയ ടെക്നോളജികൾ ഉയർന്നു വരുന്നത് അങ്ങനെയാണ്. നോക്കൂ, മനുഷ്യൻ്റെ പുരോഗതിക്കുണ്ടായ ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഉയർന്നു വരുന്നതിൻ്റെ കാരണങ്ങൾ യുദ്ധങ്ങളാണ്. പലപ്പോഴും 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും ഒക്കെ അതിന് കാരണങ്ങളായിട്ടുണ്ട്.
ഇതുപോലുള്ള ടെക്നോളജി വിജയങ്ങൾക്ക്, ടെക്നോളജി ഉയർത്തെഴുന്നേൽപ്പുകൾക്ക് കാരണമായിട്ടുണ്ട് ഇതുപോലെ യുദ്ധങ്ങൾ. എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെയാണ് അന്നൊക്കെ കൊന്നൊടുക്കിയത്. ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നിലം പരിശാകുന്നത്ര രീതിയിൽ ബോംബിങ്ങും എല്ലാം നടത്തിയപ്പോൾ പോലും നിസ്സാരമായ ജനസംഖ്യയെ യുദ്ധത്തിൽ മരിച്ചുള്ളൂ എന്ന് പറയുന്നു. അല്ലെങ്കിൽ 40,000 45,000 പേരെ മരിച്ചിട്ടുള്ളൂ എന്നാണ് ഔദ്യോഗികമായിട്ടും ഇസ്രായേൽ പറയുന്നതും ഹമാസുകാർ പറയുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ നോക്കണം, ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളാണ് ഗാസയൊക്കെ. അവിടെ യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെ കാഷ്വാലിറ്റി ഒഴിവാക്കാമെന്ന് ഇസ്രായേൽ ചിന്തിക്കുന്നുണ്ട്. അവരതിനനുസരിച്ച് മാത്രം യുദ്ധം ചെയ്യുന്നവരാണ്. ആ രീതി കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അവർ നടപ്പാക്കി. ഈ പേജർ വിപ്ലവത്തിലൂടെ, പേജർ റവല്യൂഷനിലൂടെ, അല്ലെങ്കിൽ പേജർ എക്സ്പ്ലോഷനിലൂടെ. അതിന് തീർച്ചയായിട്ടും ഈ മൊസാദ് എന്ന സംഘടന ആയിരിക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇസ്രായേൽ ഒരിക്കലും തയ്യാറായിട്ടുമില്ല. അപ്പോൾ ഇത്തരം ചർച്ചകളിലൊക്കെ കാണുമ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സമൂഹത്തിന് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യുദ്ധം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ആ യുദ്ധത്തിനെ ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ടെക്നോളജിക്കാവുന്നുണ്ട്, അല്ലെങ്കിൽ ടെക്നോളജി അനുസരിച്ച് തിരഞ്ഞു പിടിച്ച് ഓരോ ആവശ്യക്കാരെ മാത്രം കൊന്നൊടുക്കി കടന്നു പോകുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇത്തരം ആക്രമണങ്ങൾ സമൂഹത്തോട് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിന്, അല്ലെങ്കിൽ ടെക്നോളജിക്ക് അതിൻ്റേതായ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉയർന്നു വരുന്ന പുതിയ തരം യുദ്ധമുറകൾ കാണപ്പെടുന്നത് ഇങ്ങനെയുള്ള യുദ്ധങ്ങളിലാണ്. അത് വൻ ശക്തികളാവട്ടെ അല്ലാത്തവരാവട്ടെ, അവർക്ക് ഇത്തരം ടെക്നോളജിക്കലായിട്ടുള്ള മൂവ്മെൻറ്റുകളിൽ പിടിച്ചു നിൽക്കാനാവുമെന്ന് പറയാനാവില്ല. അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യവും കൂടിയാണ്. നമ്മളുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഓരോ മൊബൈൽ ഫോണുകൾ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പക്ഷേ ഒരു ഭീകരമായ അവസ്ഥയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭീകരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴേ ഇതെല്ലാം ഇങ്ങനെയുള്ളതായി മാറ്റുകയുള്ളൂ എന്നുള്ള ഒരു സമാധാനത്തിൽ നമ്മൾക്ക് അതിനെ കാണാം എന്നെനിക്ക് തോന്നുന്നു. അല്ലാതെ എല്ലാവരെയും ലോകത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാനല്ലല്ലോ ഈ ടെക്നോളജിയൊക്കെ ഉണ്ടാക്കി മനുഷ്യരെല്ലാം നടക്കുന്നത്. എല്ലാവരെയും നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുന്നത് തീവ്രവാദികളുടെ ലക്ഷ്യമാണ്. അതിനെ തകർക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റുകളുടെ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള യുദ്ധതന്ത്രങ്ങളിലൂടെ നടത്തേണ്ടത്. ഏതായാലും പുതിയ ടെക്നോളജി പുതിയ രീതിയിൽ ഉപയോഗിച്ച ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.